പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ഭഗവത്ഗീതയിലെ അർജുന വിഷാദ യോഗമെന്ന ഒന്നാമത്തെ അധ്യായത്തിലെ 15 ശ്ലോകങ്ങൾ. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മോ മഹാശംഖം ഭീമകർമാവൃഗോദര അനന്തവിജയം രാജ കുന്ദീപുത്രോ യുധിഷ്ഠിര നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്ടകൗ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. പാഞ്ചജന്യം ഹൃഷീകേശ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമ്മ വൃഗോദര അനന്തവിജയം രാജ കുന്ദീപുത്ര യുധിഷ്ഠിര നകുലഃ സഹദേവ ച സുഘോഷമണിപുഷ്ടകൗ. ഈ 2 ശ്ലോകങ്ങളുടെയും അന്വയം നിങ്ങൾ ശ്രദ്ധിക്കുക. ഹൃഷീകേശ പാഞ്ചജന്യം ധനഞ്ജയ ദേവദത്തം ഭീമകർമ്മ വൃഗോദര പൗണ്ഡ്രം മഹാശംഖം ദത്മൗ കുന്ദീപുത്ര രാജ യുധിഷ്ഠിര അനന്തവിജയം നകുലഃ സഹദേവ ച സുഘോഷമണിപുഷ്പകൗ ദത്മധു. ഇനി കൗരവപക്ഷത്തു നിന്നും ഉയർന്ന യുദ്ധ കാഹളത്തിന് പകരമായിക്കൊണ്ട് പാണ്ഡവപക്ഷത്തു നിന്നും എന്തൊക്കെ ശംഖങ്ങളും വാദ്യഘോഷങ്ങളുമാണ് മുഖരിതമായതെന്നാണ് ഈ ശ്ലോകത്തിലൂടെ വിവരിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കുക. ഇതിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഹൃഷീകേശൻ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ പാഞ്ചജന്യവും അർജുനൻ ദേവദത്തവും മഹാപരാക്രമിയായ ഭീമസേനൻ പൗണ്ഡ്രം എന്ന മഹാശംഖും വിളിച്ചു. കുന്തിപുത്രനായ യുധിഷ്ഠിര രാജാവ് അനന്ത വിജയമെന്ന തൻ്റെ ശംഖും നകുല സഹദേവന്മാർ യഥാക്രമം സുഘോഷം മണിപുഷ്പകം എന്നീ ശംഖങ്ങളെയും മുഴക്കി. നമസ്തേ.